വന്ന് ഞെളിഞ്ഞ് നെഞ്ചും പിരിച്ച് നിൽക്കുക വലിയ ആടിനെ പോലെ. എടോ താരൊക്കെ മനുഷ്യനാണല്ലോ. അവിടെ റോട്ടിൽ ഒരാളെ നാട്ടുകാരെല്ലാരും കൂടി എടുത്തിട്ട് ഇടിച്ച്. തനിക്കൊന്നും പോയി ഇടപെടാൻ പാടില്ലായിരുന്നു. ചേട്ടനാ പിടിക്കലോ ചേട്ടൻ ഇടപെടാൻ പാടില്ലായിരുന്നു. അത് കൊള്ളാം. ഞാൻ ഇടിയും കൊള്ളണം പിന്നെ ഇടപെടുകയും വേണം. ഓ അത് ശരി. അപ്പൊ ചേട്ടനായിട്ട് ഇടിച്ചതല്ലേ? അല്ല പിന്നെ ഞാൻ വെറുതെ നടന്നു വരുമ്പോ എന്റെ ഈ കൈ ഞാനിങ്ങനെ വെറുതെ പൊക്കിയപ്പോ ഒരു പെണ്ണിന്റെ കഴുത്തി കൊണ്ടതാ. അവളുടെ കഴുത്തി കിടക്കുന്ന മാല വന്ന് എന്റെ പോക്കറ്റിൽ വീട്. അയ്യോ എല്ലാരും കൂടി എന്നെ ഇടിയിടിച്ചെന്നറിയാമോ? പക്ഷെ ഇതിന്റെ ഇടയിൽ ഒരുത്തം പറയുന്നുണ്ടായിരുന്നില്ല, അയാള് പാവോട്, അയാളെ വെറുതെ വിട്ടു, അയാളൊന്നും ചെയ്യില്ലെന്ന്. ഈ ഇടക്ക് വിളിച്ചു പറഞ്ഞാരാണോ? ഈ ഞാൻ തന്നെ അല്ലേട്ടാരാ. എങ്ങോട്ട് പോവുകയാണ്? ഞാൻ കടവരെ പോവാണ്. അതെ എന്നാ പോവാൻ പാടില്ല. പിന്നെ ഇവിടെ കിടന്നില്ല. തനിക്കെന്ത് വേണം? പോടാ. താൻ തന്റെ കാര്യം നോക്കണോ? കുടുംബത്ത് പോടാ. കുടുംബത്ത് ഇന്ന് എല്ലാത്തിനും ഞാൻ ശരിയാക്കി ഉണ്ടേലെന്താ ഇല്ലേലെന്താ? ഉണ്ടില്ലെങ്കിൽ ഉണ്ടണ്ട. പക്ഷെ ഉണ്ടാത്ത പോലെയല്ലേ നിന്നൊക്കെ പറിച്ചിട്ട് എന്റെ അമ്മ വിഷമിച്ചു പോയി. കർത്താവിനെ കണ്ടിട്ടോ? കർത്താവ് നമ്മുടെ നാഥൻ, നമ്മുടെ കർത്താവ് എല്ലായിടത്തും മുട്ടുമുണ്ട്, തൂണിലുമുണ്ട്, തുരുമ്പിലുമുണ്ട്, നമ്മുടെ മനസ്സിലുമുണ്ട്. കർത്താവിനെ കുറിച്ച് പറയുവാനായിട്ട് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. മകനെ നീ ഞങ്ങളോടൊപ്പം വരിക, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്കുചേരുക. ഞാൻ വരാം. പക്ഷെ എനിക്ക് ബിരിയാണി ചോറ് തരണം. എനിക്ക് പോരാൻ നേരത്തെ 200 രൂപയും തരണം. പറ്റുമോ? നീ വേദപുസ്തകത്തിന്റെ 6-ാമത്തെ കണിയിൽ 5-ാമത്തെ അധ്യായം വായിച്ചിട്ടുണ്ടോ? നീ ഉണ്ടില്ലെങ്കിലും അവളെ ഉറക്കുക. അതിന് ഞാൻ വീട്ടിൽ ചെല്ലാൻ നേരത്തെ ഉള്ളത് കൂടെ അവള് തിന്നിട്ട് അവള് കിടന്നുറങ്ങും. പിന്നെ ഞാൻ അവളത്തിന് ഉണ്ടിക്കണേ. നീ എടുത്തില്ലെങ്കിൽ അവളെ ഉടുപ്പിക്കുക. എന്റെ ഉള്ള മുണ്ട് വരെ എടുത്തിട്ട് അവള് സാരിയും ചുരിദാറും ഒക്കെ തയ്ച്ചേക്കണേ. പിന്നെ ഞാൻ അവളത്തിന് ഉടുപ്പിക്കണേ. നീ ഉറങ്ങില്ലെങ്കിൽ അവളെ ഉറക്കുക. അവള് തിന്നു കഴിഞ്ഞ് നല്ല ഉറക്കമില്ലേ? ഞാൻ ഉറക്കേണ്ട കാര്യമില്ല. അവള് ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ദൈവത്തിന്റെ മകൻ ജയറാമിന്റെ സിനിമ കണ്ടു. വളരെ നന്നായിട്ടുണ്ടല്ലോ. ഒരു ആംഗലത്തടി വീട്ടിൽ ഇരിപ്പുണ്ട്. അത് ഞാൻ കർത്താവിൽ അർപ്പിക്കാം. പക്ഷെ കാശ് കുറച്ച് നിങ്ങൾ ഇടപാട് ഞാൻ പറഞ്ഞോട്ടെ, ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നുമില്ല, കൊയ്യുന്നില്ല, അവ കളപ്പറയിൽ ശേഖരിക്കുന്നുമില്ല. പക്ഷെ ബസ്സിലെ കളികൾ തോണ്ടുന്നുണ്ട്, ചിക്കുന്നുണ്ട്, മാതുന്നുണ്ട്. പക്ഷെ ആരും അറിയുന്നില്ല. വലിയവനാണ്. ആണോ? ഞാൻ അറിഞ്ഞില്ലേ വലിയവനാന്നുള്ള കാര്യം. ദൈവം വിളിക്കും. ഒരു കാര്യം ചെയ്യും, എന്റെ മൊബൈൽ നമ്പർ കൊടുത്തരും. മിസ് കോൾ അടിക്കരുതെന്ന് പറഞ്ഞു. കാരണം എന്റെ കാശില്ല, തിരിച്ചു വിളിക്കാൻ. മകനെ നീ നിന്റെ ശത്രുക്കളോട് ക്ഷമിക്കും. ക്ഷമിച്ചല്ലോ. കഴിഞ്ഞ ദിവസം എന്റെ വീടിന്റെ പരിസരത്തുള്ള ഒരു ശത്രുവിനോട് ഞാൻ ക്ഷമിച്ചു. നീ വലിയവനാണ്. ഞാൻ വലിയവനായതുകൊണ്ടല്ല. അവൻ എന്റെ പെണ്ണുമ്പോൾ ടോളിച്ചോടി പോയി. അവൻ എനിക്ക് മനസ്സമാധാനം തന്നു. മകനെ വേദപുസ്തകത്തിൽ 4-ാം ഖണ്ഡത്തിൽ 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇല്ല. നന്മ ചെയ്യുന്ന സ്വർഗ്ഗത്തിൽ പോകുന്നു, എന്നാൽ തിന്മ ചെയ്യുന്നവനോ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. മകനെ മനുഷ്യബന്ധം നിലനിൽക്കുന്നത് കെമിസ്ട്രിയിലാണ്. ആര് പറഞ്ഞു കെമിസ്ട്രിയിലാണെന്ന്? മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സ് ഒരു വട്ടപൂജ്യം. അതറിയോ? ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും മാത്തമാറ്റിക്സിലാണ്. തന്റെ കൈവെട്ടിയെ ചേർത്താൽ എന്നെ സംബന്ധിച്ചോളം മരിച്ചു കഴിഞ്ഞു. മകനെ ഞാനൊരു തെങ്ങ വെച്ചു. 18-ാം പട്ട. പട്ടയ്ക്ക് ഞാൻ 24 മണിക്കൂറും വെള്ളം ഒഴിക്കും. ചിലപ്പോ വെള്ളം ഒഴിക്കാതെ ഇരിക്കും, ഡ്രൈ ആയിട്ട്. അതെന്റെ ഇഷ്ടം. അത് വെക്കാൻ പാവക്ക് കീ കൊടുത്തോളൂ. മകനെ കർത്താവിനെ നീ കണ്ടിട്ടുണ്ടോ? കർത്താവ് ആകാശത്തിലുണ്ട്, ഭൂമിയിലുണ്ട്. കർത്താവ് സർവ്വവ്യാപിയാണ്. നിന്റെ വീട്ടിലുണ്ട്, നിന്റെ ഹൃദയത്തിലുണ്ട്, എന്റെ ഹൃദയത്തിലുണ്ട്. കർത്താവിനെ നീ കണ്ടിട്ടുണ്ടോ? കർത്താവ് എന്റെ പേഴ്സിലുണ്ട്. എന്റെ പേഴ്സിൽ കർത്താവുണ്ട്. കർത്താവിനെ കണ്ടിട്ടില്ല. ദേ നോക്കൂ, എന്റെ പേഴ്സിലേക്ക് മകനെ. കർത്താവാണ് ഈ കാണുന്നത്, നമ്മുടെ കർത്താവ്. സിനിമാതാരം ബാബുവിന്റെ ഫോട്ടോ കാണിച്ചിട്ട് കുറേ കർത്താവ് വളർന്നു. അയ്യോ, അപ്പൊ ഇത് കർത്താവല്ലേ? അല്ല, നിന്റെ ഭർത്താവ്. പിന്നെ ആരാണ് കർത്താവ്?